ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ലിറ്ററേച്ചർ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? അക്ഷരങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ദെൻ ദർ ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഗൈസ്. അക്ഷരനഗരിയായ കോട്ടയത്ത് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥലത്ത് കേരള സംസ്ഥാന സഹകരണ വകുപ്പാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ നവംബർ 28-നായിരുന്നു കേട്ടോ ഇനാഗുറേഷൻ. ആദ്യത്തെ കുറച്ച് നാൾ ഫ്രീ എൻട്രി ആയിരുന്നു. ഇപ്പോൾ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അറൗണ്ട് 4 ഇയേഴ്സ് കൊണ്ട് നടത്തിയൊരു റിസർച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ മ്യൂസിയം. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒറിജിനെ കുറിച്ചൊരു വീഡിയോ പ്രൊജക്ഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്. തുടർന്ന് 4 ഗാലറികളിലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗാലറി 1 മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. ഒരുപാട് ഇമേജസ് ആൻഡ് വീഡിയോസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗാലറിയിലും ഡിജിറ്റൽ ടച്ച് സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വിസിറ്റേഴ്സിന് തന്നെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന ശബ്ദ ലിഖിത രൂപങ്ങളിൽ എഴുത്തിൻ്റെ പ്രാധാന്യം ഈ ഗാലറിയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നു. കൂടാതെ ഏർലിയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനായി കരുതുന്ന റോക്ക് ആർട്ട്, ഗുഹാചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ആൻഡ് ഗാലറി 2 വരയിൽ നിന്ന് ലിപിയിലേക്ക്, ഫ്രം ഡ്രോയിങ്സ് ടു റൈറ്റിംഗ് ആണ് സെക്കൻഡ് ഗാലറി. ലിപികളെക്കുറിച്ചാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മി ലിപി മുതൽ മലയാള ലിപി വരെയുള്ള ലിപികളുടെ ചരിത്രം ഇവിടെ കാണാം. സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസും വീഡിയോസും ഡിഫറെൻറ്റ് റൈറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് അക്ഷരങ്ങളുടെ പരിണാമത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു. ആൻഡ് ദ തേർഡ് ഗാലറി ഫ്രം റൈറ്റിംഗ്സ് ടു പ്രിൻറ്റിംഗ്, അച്ചടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളം പ്രിൻറ്റിംഗ് കേരളത്തിന് പുറത്ത്, കേരളത്തിൽ, ഇന്ത്യക്ക് പുറത്ത്, ഇങ്ങനെ അച്ചടി ചരിത്രവും ഇവിടെ വിവരിക്കുന്നു. സഹകരണ പ്രസ്ഥാനം ആൻഡ് SPCSൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഗാലറി 4-ൽ വിവരിക്കുന്നു. ഇങ്ങനെ 4 ഗാലറികളിലായിട്ടാണ് മ്യൂസിയം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന് പുറത്ത് ഒരു തിയേറ്റർ ഹോളോഗ്രാമും ഒരുക്കിയിട്ടുണ്ട്. സോ ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഓർ ലിറ്ററേച്ചർ റിലേറ്റഡ് റിസർച്ച് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ദിസ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. കൂടാതെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ലിറ്ററേച്ചർ മ്യൂസിയം, അതും നമ്മുടെ കേരളത്തിൽ, നമ്മൾ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ കോട്ടയം എത്തുമ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കാതെ ഇരിക്കുക. സ്റ്റേ പോസിറ്റീവ്. നൗ ഇറ്റ്സ് ബൈ ഫ്രം അശ്വതി.